സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 172 വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും എന്ന ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കനിഞ്ഞതിൽ, ഉപകരിച്ചതിൽ തയ്യിബാത്ത് ഭക്ഷിക്കുവാൻ വിശ്വാസികളോട് കൽപ്പിക്കുന്ന വിശുദ്ധ വചനമാണിത്. ഈ ആയത്തിലെ പ്രയോഗങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മനസ്സിലാക്കി. ഈ ആയത്തിൻ്റെ തേട്ടവുമായി ബന്ധപ്പെട്ടാണ് ചില വിഷയങ്ങളും ചരിത്രങ്ങളും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബാത്താണ് ഭക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടത്. ത്വയ്യിബാത്ത് വിശിഷ്ടമായവ, വിശുദ്ധമായവ. അതിൻ്റെ തേട്ടം അൽ ഖബായിസ്, മ്ലേച്ഛമായത്, അശുദ്ധവും നജസുമായത് ഭക്ഷിക്കാവതല്ല എന്നുള്ളതാണ്. വിശുദ്ധ വചനങ്ങൾ ഈ വിഷയത്തിൽ പലതാണ്. സൂറത്തുൽ മാഇദയുടെ 87 യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹർരിമു ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅ്തദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ എന്ന് മറ്റൊരു വചനമുണ്ട്. ഈ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസികളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണർത്തുന്നത് ത്വയ്യിബാത്തിനെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കരുത്, വിലങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിച്ച എല്ലാ ത്വയ്യിബാത്തും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, അന്നമായി ഉപയോഗിക്കണം എന്നാണ്. ഈ വിഷയത്തിൽ വലാ തഅ്തദു, അതിരുവിടരുത് എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരുവിടുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന കാരണവും ബോധിപ്പിച്ചു. വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, അല്ലാഹു റിസ്ഖായി കനിഞ്ഞതിൽ നിന്ന് അനുവദനീയമായതും ആസ്വാദ്യകരവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും ചെയ്തു. ഒരു വ്യക്തി വന്ന് ഞാൻ മാംസാഹാരം കഴിച്ചാൽ വികാരഭരിതനാകുന്നു, ജഡികേച്ച മൂർജിക്കുന്നു, സ്ത്രീകളോട് വികാരം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് മാംസാഹാരം ഞാൻ തനിക്ക് വിലങ്ങിയിരിക്കുന്നു, വെടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ തിരുസവിധത്തിൽ പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം അവതരിപ്പിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ ചിലർ വികാര നിയന്ത്രണത്തിന് വേണ്ടി ഷണ്ഡീകരിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവരുടെ വിഷയത്തിലും ഈ ആയത്ത് ഓതി കേൾപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമാക്കിയതിനെ വിലങ്ങരുത്, അത് നിഷിദ്ധമാക്കരുത് എന്നുണർത്തിക്കൊണ്ട് വിശിഷ്ടമാണോ അനുവദനീയമാണോ അത് ഉപയോഗപ്പെടുത്തുക, ഭക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരു വിശ്വാസിയുടെ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് ഇപ്രകാരമാണ് വന്നിട്ടുള്ളത്. ഇന്ന മസലുൽ മുഅ്മിനി കമസലിൽ ഖിത്അതി മിനൽ ദഹബ്, ഒരു വിശ്വാസിയുടെ ഉദാഹരണം ഒരു സ്വർണ്ണക്കട്ടിയുടെ ഉദാഹരണമാണ്. ഇന്നുഫിഖ അലൈഹ ഹ്മറത്, അത് തീയിൽ ഊതിക്കാച്ചപ്പെട്ടാൽ അത് ചുവക്കും. വ ഇൻ വുസിനത് ലം തൻഖുസ്, അത് തൂക്കപ്പെടുകയായാൽ തൂക്കം കുറയുകയില്ല. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹുവാണ് സത്യം. ഇന്ന മസലൽ മുഅ്മിൻ ലകമസലിൻ നഹ്ല, ഒരു വിശ്വാസിയുടെ ഉപമ ഒരു തേനീച്ചയുടെ ഉപമ തന്നെയാകുന്നു. ഇൻ അകലത് ത്വയ്യിബ, തേനീച്ച തിന്നാൽ നല്ലത് തിന്നും. വ ഇൻ വദഅത്, അത് വിസർജിച്ചാൽ വദഅത് ത്വയ്യിബൻ, നല്ലത് വിസർജിക്കും. വ ഇൻ വഖഅത് അലാ ഊദി ഷജറിൻ, ഒരു വൃക്ഷ ശിഖിരത്തിൽ അത് ഇരുന്നാൽ ലം തക്സിർ വലം തുഫ്സിദ്, ആ വൃക്ഷത്തിന്റെ ചില്ലയെ അത് ഒടിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള തേനീച്ചയാണ് വിശ്വാസിയുടെ ഉപമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഉപമ പറയുമ്പോൾ തേനീച്ച തിന്നുകയായാൽ അകലത് ത്വയ്യിബൻ, അത് വിശിഷ്ടമായതും വിശുദ്ധമായതുമാണ് തിന്നുക എന്ന് പ്രത്യേകം ഉണർത്തി. വിശ്വാസി തിന്നേണ്ടത് ത്വയ്യിബാണ്, വിശിഷ്ടമായതും വിശുദ്ധമായതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇന്ന അവ്വല മാ യുൻതിനു മിനൽ ഇൻസാനി ബത്നു, ഒരു മനുഷ്യനിൽ ആദ്യം ജീർണിച്ച് നാശവിധേയമാകുന്നത് അവന്റെ വയറാണ്. അതുകൊണ്ട് ഫമൻ ഇസ്തതാ അല്ലാ യഅകുല ഇല്ലാ ത്വയ്യിബ ഫൽയഫ്അൽ, നല്ലത് മാത്രം ഭക്ഷിക്കാൻ സാധിച്ചാൽ അത് മാത്രം ഭക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, എല്ലാ പ്രഭാത നമസ്കാര ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല എന്നാണ്. ഉപകാരപ്രദമായ ജ്ഞാനവും വിശിഷ്ടമായ അന്നവും സ്വീകാര്യയോഗ്യമായ അമലും അല്ലാഹു വിളിച്ച് തേടുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അന്നം വിശിഷ്ടമായതാകുവാനുള്ള അറിയിപ്പും തേട്ടവുമൊക്കെ തിരുദൂതരിൽ നിന്ന് ഇപ്രകാരം വന്നിട്ടുണ്ട് എങ്കിൽ വിശ്വാസി എപ്പോഴും വിശിഷ്ടമായതും വിശുദ്ധമായതും മാത്രമേ അന്നമായി സ്വീകരിക്കാവൂ എന്നതിൻ്റെ തേട്ടവും നിദർശനവുമാണ് ഇവിടെ ഉള്ളത്.